തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അതായത് ഒരു അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വൈദ്യുതി മന്ത്രിയോ അതോടൊപ്പം തന്നെ KECBയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറുന്നുണ്ട്. അതായത് എപ്പോഴും വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. അതായത് ഇന്ന് ബംഗളൂരിൽ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഒരു ബൈക്ക് യാത്രക്കാരൻ കോമയിലേക്ക് പോയ ഒരു സംഭവം. അതിലേക്ക് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാടാണ്. അതായത് തൈക്കാട് അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള വഴുതക്കാട്, തൈക്കാട്, തമ്പാനൂർ റോഡൊക്കെ നല്ല രീതിയിലൊരു മോടി പിടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നഗരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലിയ വലിയ മരങ്ങൾ ഏത് സമയത്തും ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാം അല്ലെങ്കിൽ ഒരു കൊലയാളിയായി മാറാം എന്ന നിലയിലേക്ക് നിൽപ്പുണ്ട്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പോസ്റ്റ് വഴി ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് വഴി പോകുന്ന ലൈൻ കൊമ്പുണ്ട്. ആ ലൈനിൻ്റെ താഴെയായിട്ട് അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വലിയ മരക്കൊമ്പുകളാണ് കിടക്കുന്നത്. ഈ മരം ഏതെങ്കിലും ഇപ്പോൾ പോകുന്ന കാറിൻ്റെ പുറത്തേക്ക് വീണ് ചിലപ്പോൾ ഗ്ലാസ് പൊട്ടി ആ ഗ്ലാസ് തെറിച്ച് നേരെ കാറിൻ്റെ ഇരിക്കുന്ന യാത്രക്കാരൻ്റെ കണ്ണിൽ കുത്തിക്കയറാം, അല്ലെങ്കിൽ തൊണ്ടയുടെ അവിടെ കുത്തിക്കയറി ഒരു മരണം സംഭവിക്കാം. നമുക്കറിയാം ഈ മുഖത്തെ ഏത് പോർഷനും സെൻസിറ്റീവ് ആയിട്ടുള്ള നരമ്പുകളാണ്. അവിടെ ഒരു ചെറിയൊരു പോറൽ പോലും അവിടെ ഒരു ചെറിയൊരു മുറിവ് പോലും വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു മരണം തന്നെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ ഇതൊന്നും KECB കണ്ടില്ല എന്നുള്ള ഒരു നീക്കത്തിലാണ് നിൽക്കുന്നത്. അവർ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, KECB, പോലീസുകാർ, സർക്കാർ വരുന്നു, ബന്ധപ്പെട്ട അധികാരികൾ വരുന്നു, ഈ മരണപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അങ്ങനെ പരിക്കേറ്റവർക്കൊക്കെ കുറച്ച് ധനസഹായം നൽകുന്നു. അതോടുകൂടി അവരുടെ ഡ്യൂട്ടി കഴിയുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇപ്പോൾ മഴ സമയമാണ്. ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ രാവിലെ ശക്തമായ കാറ്റ് മാത്രമായിട്ട് വീശുന്നു, അല്ലെങ്കിൽ രാത്രി ആണ് മഴ ശക്തമായി കരുത്താർജിക്കുന്നു, അതിനുശേഷം ശക്തമായ കാറ്റുകളുണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ പകലൊക്കെ നല്ല രീതിയിൽ കാറ്റ് 40-45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു സന്ദർഭങ്ങൾ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം നഗരത്ത് പല ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ മരങ്ങളെല്ലാം തന്നെ ഒടിഞ്ഞു വീണ് ഇവിടെ പോകുന്നു. അതായത് ഇവിടെ 24 മണിക്കൂറും സ്കൂളുകളുണ്ട്, തൊട്ടപ്പുറത്ത് SBI ബാങ്കുണ്ട്, തൊട്ടപ്പുറത്ത് നോർക്കയുടെ ഓഫീസുണ്ട്, അതിനപ്പുറത്തേക്ക് ചിന്മയ വിദ്യാലയമുണ്ട്, സ്കൂളുകളുണ്ട്, സ്വകാര്യ സ്കൂളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുണ്ട്, കമ്മീഷണറുടെ അടക്കം ഓഫീസുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ 24 മണിക്കൂറും പൊതുസഞ്ചാരം ഉള്ള ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണ്. ഇവിടെയാണ് മരക്കൊമ്പുകളെല്ലാം തന്നെ ഈ വൈദ്യുതി ലൈനിൻ്റെ മേൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടും സർക്കാർ അധികാരികൾ ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഏറ്റവും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ എളുപ്പമുള്ള തരത്തിലുള്ള മരക്കൊമ്പുകളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കുന്നു, നമ്മൾ വോട്ട് ചെയ്ത സർക്കാർ എന്തിന് നമ്മളുടെ കാര്യങ്ങൾ, അത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ഓരോ ഭരണസിരാ കേന്ദ്രത്തിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. പക്ഷേ അവർ എന്തുകൊണ്ട് ഇതിനൊന്നും ഒരു നടപടി എടുക്കുന്നില്ല? പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സുരക്ഷ ഒരുക്കേണ്ട സർക്കാർ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ പിന്നെ പൊതുജനങ്ങൾ ഒരു സഹായമായി അഭ്യർത്ഥിച്ച ജനങ്ങൾ പരാതിയുമായി ആരുടെ അടുത്ത് പോകണമെന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്.